എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഇത് അറിയാം, എന്നാലും ഞാനൊന്ന് ചുമ്മാതൊന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. 4 മണിക്ക് ഒരു പലഹാരം ഉണ്ടാക്കിയപ്പോൾ ഇന്ന് താണ്ട് 2 മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു മുട്ട ബജി നമുക്ക് ഉണ്ടാക്കിയാലോ. ഇത് 4 മണിയാകുമ്പം കഴിക്കാം എന്നുള്ള വിചാരത്തിൽ ഒരു മുട്ട ബജി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. സിമ്പിളാണ്, എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ്. എന്നാലും ഞാനിത് ഉണ്ടാക്കിയപ്പോൾ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ആദ്യമേ നമുക്ക് കുറച്ച് കടലമാവും മൈദാമാവും ഒക്കെ ഒന്ന് കലക്കിയെടുക്കാം. അതിന് കുറച്ച് 2 മുട്ട 4 കയറി അത്രയേ ഉള്ളൂ. അതുകൊണ്ടേ ഒരു 3 സ്പൂൺ കടലമാവ് എടുത്തു. അതിൻ്റെ കൂടെ ഒരു 2 സ്പൂൺ മൈദാമാവും കൂടെ ഇട്ടു. ഇല്ലേ, 3 സ്പൂൺ കടലമാവും എടുത്തു, 2 സ്പൂൺ മൈദാമാവും ഇട്ടു, ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. കളറാണ് ചുവപ്പ്, നല്ല ചുവപ്പാണ്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കണ്ടില്ലേ, കടയിലൊക്കെ കളർ ഇടുന്നത് ഫുഡ് കളറാണ് ഇടുന്നത് കേട്ടോ. കാശ്മീരി മുളകിൻ്റെ കൂടെ ഇത്തിരി ഫുഡ് കളറും കൂടെ ചേർക്കുമ്പോഴാണ് നല്ല ചുവപ്പ് വേണം. ഇതിപ്പോൾ ചുവപ്പ് കുറവായിരിക്കും, എന്നാലും കുഴപ്പമില്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട കണക്ക് കഴിക്കാൻ പറ്റും. നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഇതൊന്ന് കലക്കിയെടുക്കുക. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം ആദ്യം, കാരണം കടലമാവായതുകൊണ്ട് എളുപ്പം അങ്ങ് കുറുകും പെട്ടെന്ന്. ആദ്യമേ നമുക്കൊന്ന് കലക്കി നോക്കണം. അപ്പോൾ അതൊക്കെ കുറേശ്ശെ വെള്ളം ഒഴിക്കാവൂ. നല്ല കട്ടിക്ക് ഇഡ്ഡലിമാവിൻ്റെ പരുവത്തിൽ ഇരിക്കണം, എന്നാലേ ഇത് മുക്കി പൊരിക്കാൻ പറ്റും. കണ്ടില്ലേ, കുറച്ചും കൂടി ഒഴിക്കാം. എടുത്തങ്ങ് ഒഴിക്കരുത്. ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോവും, പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെയും മാവ് ഇട്ടുകൊണ്ടേ ഇരിക്കണം. നമുക്കിത് പരുവത്തിന് മാവാക്കിയെടുക്കാം. കണ്ടില്ലേ, ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിന് നല്ല കട്ടിക്കിരിക്കണം. ദോശപ്പരുവത്തിനായ മുങ്ങി വരത്തില്ല, ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിനേ ആക്കാവൂ. തുള്ളിയും കൂടെ വേണം, ഒരു തുള്ളി. എപ്പോഴും ശ്രദ്ധിച്ച് വേണം ഈ മുട്ട ബജിയൊക്കെ കൊടുക്കുമ്പോൾ, പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോഴും നമ്മൾ പതുക്കെ വേണം ഇത് ചെയ്തെടുക്കാൻ. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഈ ഇതാണ്ട ഈ പരുവത്തിൽ ഇരിക്കണം. ഇപ്പോൾ നല്ല കളറൊക്കെ ഉണ്ട്. നമുക്ക് മുട്ട നല്ല കട്ടിക്കങ്ങോട്ട് മുക്കി എണ്ണയിലോട്ടിടാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയൊക്കെ നല്ല ചൂടായി കിടപ്പുണ്ട്. നമുക്കതിനകത്തോട്ട് മുക്കി ഇടാം. ഇങ്ങനെ പൊതഞ്ഞിരിക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള മുട്ട നിങ്ങൾക്ക് എടുക്കാം. ഇതിപ്പോൾ 2 മുട്ടയും ഞാൻ എടുത്തോളൂ. കടലമാവ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ, നല്ല അടിപൊളിയായിരിക്കും കഴിക്കാൻ. ഓക്കെ, കണ്ടില്ലേ, അപ്പോൾ ഞാൻ കറക്റ്റ് മാവായിരുന്നു. എല്ലാ മാവും കറക്റ്റായിട്ട് വന്നു. ഈ മാവ് നമുക്ക് കോരി ഒന്ന് ഇതിനകത്തോട്ട് തന്നെ വെച്ചാൽ മതി. ഉണ്ടല്ലേ, എളുപ്പം നമുക്ക് മുട്ട ബജി ഉണ്ടാക്കാം. നല്ല സൂപ്പർ മുട്ട ബജി ഇവിടെ റെഡിയായി. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും അറിയാൻ പറ്റും, എന്നാലും ഞാനിതൊന്ന് ആക്കി കാണിച്ചെന്നേ ഉള്ളൂ. എപ്പോഴും ഞാൻ പറയണ്ടല്ലോ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും അറിയാമല്ലോ, യൂട്യൂബിലിടുമ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുമെന്ന്. എൻ്റെ കൂട്ടുകാരൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം.
പിന്നെ എൻ്റെ ഒരു ഹോബിയാണ് പാചകം. ഞാനതെല്ലാം എപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കും ഓരോന്നും. അതിപ്പം യൂട്യൂബിലിടുന്നു. എന്നെ പ്രോത്സാഹിപ്പിച്ചത് അമൃതയുടെ അമ്മ ലൈലയാണ്, എൻ്റെ അനിയത്തിയാണ്. എന്നാലും ഞാൻ ചേച്ചി എന്നൊക്കെ വിളിക്കും. എന്നെ പ്രോത്സാഹിപ്പിച്ച് ഈ യൂട്യൂബിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ അനിയൻ്റെ ഭാര്യ ലൈലയാണ്. ചേച്ചിയാണ് എൻ്റെ അനിയത്തിയാണ്, എന്നാലും ഞാൻ ചേച്ചിന്ന് വിളിക്കുന്നത്. ബിന്ദു ഇത് ചെയ്യ് മോളെ എന്നും പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചു. പുള്ളിക്കാരിയാണ് എന്നെ ഇത്രയും നല്ലോണം പ്രോത്സാഹിപ്പിച്ച് ഇതിലോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാൻ ഓരോന്നും ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ പാട്ടുകൾ ഞാൻ എഴുതുന്നുണ്ട്. അതും ഒക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ പാടിയിടിയാണ്. കണ്ടില്ലേ, മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് കറിവേപ്പില, നാടൻ കറിവേപ്പില, ഞാൻ കൊല്ലത്ത് പോയപ്പം കൊണ്ടുവന്ന നാടൻ കറിവേപ്പില. നല്ല മണമായിരിക്കും ഇത് എണ്ണയിൽ ഇങ്ങനെ വറുത്ത് മൂപ്പിച്ച് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ ഈ കറിവേപ്പില ഇട്ടൊന്ന് വറുത്ത് നോക്കണം കേട്ടോ. ഓക്കെ, അടുത്തൊരു വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഇത് ഞാൻ ഇപ്പം കോരി കാണിക്കാം. നമ്മളെ മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളി മുട്ട ബജിയാണ്. ഇനി ഇതിപ്പം കൊടുത്താൽ മാത്രം മതി. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണേ. ഓക്കെ, താങ്ക് യു.